ഇസ്ലാമിക ചരിത്രവും പാരമ്പര്യവും അനുസരിച്ച് അയ്യൂബ് നബി യെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. ജോലി ബൈ ഉപജീവനമാർഗം. അയ്യൂബ് നബി ഒരു വലിയ സമ്പന്നനും പ്രഭുവുമായിരുന്നു. കൃഷി, ആടുമാടുകളെ മേയ്ക്കൽ, കന്നുകാലി വളർത്തൽ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഉപജീവനമാർഗം. ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയും ധാരാളം ആടുമാടുകളും ഒട്ടകങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശരീരപ്രകൃതി രോഗബാധിതനാകുന്നതിനു മുമ്പ് അദ്ദേഹം വളരെ സുന്ദരനും ആരോഗ്യവാനും ഉന്നത ശരീരപ്രകൃതിയുള്ള ആളുമായിരുന്നു. രോഗം ബാധിച്ചപ്പോൾ ശരീരത്തിലുടനീളം കഠിനമായ വ്രണങ്ങളും പഴുപ്പും ഉണ്ടാകുകയും ശരീരം പൂർണ്ണമായി ക്ഷീണിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴും അദ്ദേഹത്തിന്റെ നാവിലും ഹൃദയത്തിലും ബുദ്ധിയിലും രോഗം ബാധിച്ചിരുന്നില്ല. അദ്ദേഹം അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരുന്നു. രോഗമുക്തിക്ക് ശേഷം അല്ലാഹു അദ്ദേഹത്തിന് മുൻപത്തേക്കാൾ സൗന്ദര്യവും ആരോഗ്യവും തിരികെ നൽകി. രോഗവും അതിന്റെ സ്വഭാവവും. രോഗം കഠിനമായ ചർമ്മരോഗമായിരുന്നു. വ്രണങ്ങളും തിണർപ്പുകളും നിറഞ്ഞ രോഗം. വ്രണങ്ങളിൽ നിന്നും പഴുപ്പും പ്രാണികളും വന്നിരുന്നതായും ചരിത്ര വിവരണങ്ങളിൽ കാണാം. രോഗത്തിന്റെ കാലയളവ്. അദ്ദേഹം എത്ര കാലം രോഗബാധിതനായി കിടന്നു എന്നതിൽ ചരിത്രകാരന്മാർക്കിടയിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് 18 വർഷം എന്നാണ്. മറ്റു ചില നിവേദനങ്ങളിൽ 7 വർഷവും 7 മാസവും 7 ദിവസവും എന്നും 12 വർഷമെന്നും കാണുന്നുണ്ട്. മക്ബറ, ഖബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അയ്യൂബ് നബി യുടെ മക്ബറ എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രധാന സ്ഥലങ്ങൾ. ഒമാൻ സലാല. സലാലയിലെ ജബൽ അത്താർ, ജബൽ ഇത്തിൻ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന മഖാമാണ് ഏറ്റവും പ്രശസ്തവും സന്ദർശകർ ധാരാളമായി എത്തുന്നതുമായ ഒന്ന്. സിറിയ, ദൽഹാം, ദേര, ഹൗറൻ പ്രദേശത്തും അദ്ദേഹത്തിന്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നുവെന്ന് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നു.